ബിഗ് ബോസ് മലയാളം സീസൺ 7 ലാലേട്ടൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട്. എന്തായാലും ലക്ഷ്മി ഇന്ന് പൊരിച്ച് അടുക്കി ലക്ഷ്മിയെ ഉപ്പിലിട്ട് കുപ്പിലിട്ട് വയ്ക്കുന്ന യാതൊരു സംശയവുമില്ല. പ്രൊമോയിൽ ലക്ഷ്മിയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒന്ന്, ആദിലെ നൂറയുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം നമ്മൾ കണ്ടതാണ് ലൈവിൽ. ആദിലെ നൂറയുമായിട്ട് ബന്ധപ്പെട്ട് അത് ഏഷ്യനെറ്റ് ടെലികാസ്റ്റും ചെയ്തിട്ടുണ്ട്. ടെലികാസ്റ്റ് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞാണ് ഈ വിഷയം ഇത് ലാലേട്ടൻ വരുന്ന സമയത്ത് ഇത് ഉറപ്പായിട്ടും ചോദ്യം ചെയ്യും. കാരണം ഇത് ജനങ്ങൾക്ക് ഇട്ടുകൊടുത്തതാണ്. ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ജനങ്ങൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഏഷ്യനെറ്റ് ടെലികാസ്റ്റ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമാണ് ലക്ഷ്മി അവിടെ ഉന്നയിച്ചത്. കാരണം ആദിലയും നൂറയും ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്ന് പറഞ്ഞിട്ടാണ് ഇവരെ വീട്ടിൽ പോലും കയറ്റുന്നില്ലെന്ന് പറഞ്ഞൊരു ആരോപണമാണ് ഈ വേദലക്ഷ്മി ഉന്നയിച്ചത്. എന്തായാലും ഇന്നത്തെ പ്രൊമോയ്ക്കകത്ത് ലാലേട്ടൻ അത് പറയുന്നുണ്ട്. ഇവരെ നിർത്തി പൊരിക്കും, അതിൽ യാതൊരു ഇതുമില്ല. എന്തായാലും എപ്പിസോഡ് വരട്ട് കാണാം. പിന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഒനിയൻ സാബുമായിട്ട് ബന്ധപ്പെട്ട് മസ്താനിയെ ഒനിയൻ വീഴാൻ നേരത്ത് ടാസ്കിൻ്റെ പരമായിട്ട് വീഴാൻ നേരത്ത് കയറി പിടിക്കുന്നൊരു സീനുണ്ടല്ലോ. അത് യാദൃച്ഛികം, അത് അബദ്ധത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. നമ്മൾ ആ വീഡിയോ ഒക്കെ കണ്ടായിരുന്നു. ഒരാൾ ഒരു ടാസ്കിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ അവിടെ വീഴാൻ പോകുന്നൊരു സമയത്ത് കയറി പിടിക്കുന്നത്, അതിപ്പോൾ അടുത്ത് നിൽക്കുന്ന പെണ്ണാണോ ആണോന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ല. വീഴുന്ന കോഴ്സിൽ ചിലപ്പം പെട്ടെന്ന് കയറി പിടിക്കുന്നത് ചിലപ്പം സ്ത്രീ ആയിരിക്കും, അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ ആയിരിക്കും. ഇത് പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടുന്ന ഒരു ഷോയാണ്. അപ്പോൾ ഇതിനേക്കാളും വലിയ ഫിസിക്കൽ പരമായിട്ടുള്ള ടാസ്കുകളൊക്കെ ഇനി വരും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? അപ്പോൾ അത് ഈ വേദലക്ഷ്മി വളച്ചൊടിച്ച് അത് ഭയങ്കര ഒരു വിഷയമൊക്കെയാണ്. ഇവർ ബിഗ് ബോസിനകത്ത് ജോയിൻ ചെയ്ത് അന്ന് തൊട്ടേ ഇതുപോലുള്ള ചീപ്പ് കോണ്ടന്റുകൾ, ചീപ്പ് കാര്യങ്ങൾ കോണ്ടന്റാക്കി എടുത്തിട്ട് ഇതുപോലുള്ള പ്രശ്നങ്ങളാക്കി കൊണ്ടുപോകുന്നൊരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ മൂന്നാമത് ഒരാളായിട്ട് ഇതിനകത്ത് വന്ന് കയറിയിട്ട് ഇതിനകത്ത് ഇടപെട്ടിട്ട് അവിടെ ഉള്ള ആൾക്കാരുടെ അടുത്തല്ല ഈ വിഷയം പറഞ്ഞിട്ട് ഒനിയൻ സാബുവിനെ മോശമാക്കി ചിത്രീകരിച്ചത് നമ്മൾ കണ്ടതാണ്. ഈ പുള്ളിക്കാരൻ, ഈ പാവപ്പെട്ടവൻ കൺവെൻഷൻ റൂമിൽ കയറി പൊട്ടിക്കരഞ്ഞ് അവിടെ നിന്ന് കരഞ്ഞ് മെഴുകി മൂക്കൊലിപ്പിച്ച് കണ്ണൊലിപ്പിച്ച് നിന്നത് നമ്മൾ കണ്ടതാണ് അല്ലേ. അപ്പോൾ അതിനെ പറ്റിയിട്ടും ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട്. ഈ വിഷയത്തെ പറ്റിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടൊരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ചോദിക്കണം, ഇതാണ് ചോദിക്കേണ്ടത്. ഇതല്ലെങ്കിൽ പിന്നെ വേറെന്തോ അവിടെ അടുക്കളയിലെ കാര്യം, ഗെയിമിൻ്റെ കാര്യം ചോദിച്ചിട്ട് എന്ത് കാര്യം? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിക്കേണ്ടത്. എന്തായാലും വേദലക്ഷ്മി എന്ന് ഒരിച്ച് വറുത്ത് ഉടുത്ത് കുരുമുളകൊക്കെ ഇട്ട് വെക്കുമെന്ന് യാതൊരു സംശയമില്ല. അപ്പോൾ എന്തായാലും വേദലക്ഷ്മി ഫ്രൈ വേണ്ടുന്നുള്ള ആൾക്കാർ വൈകിട്ട് എപ്പിസോഡ് കാണുക. കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും വേദലക്ഷ്മി എത്രത്തോളം ഫ്രൈ ആയിട്ടുണ്ടെന്ന്. കാരണം ഇത് ചെറിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഇത് വലിയൊരു സ്റ്റേറ്റ്മെൻ്റാണ്. കാരണം ഇത് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനൊരു കാര്യം പറയുമ്പോഴത്തേക്ക് അത് പുറത്ത് എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ഇതുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. റിയാസ് സലീം വേറൊരു പോസ്റ്റ് ഇടുന്നു, റിയാസ് സലീം ഈ വേദലക്ഷ്മിയുടെ കുഞ്ഞിനെതിരെ പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇടുന്നു. അങ്ങനെ പല രീതിയിൽ ഇത് കയറി പോവും. ലാസ്റ്റ് ഇത് ഷോയെ തന്നെ ബാധിക്കും. അതുകൊണ്ട് ഇത് മുളയിലേ നുള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഇത് ഇത്രയും ഗൗരവമായിട്ട് ഏഷ്യനെറ്റ് എടുത്തിട്ടുള്ളതും ബിഗ് ബോസ് ടീം എടുത്തിട്ടുള്ളതും ഈ ഒരു സംഭവം ഇത് ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളതും. എപ്പിസോഡ് വരെ ഇവർ ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കണം. ഇത് വെളിയിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള പ്രോഗ്രസീവായിട്ടുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നൊരു ഷോയാണ് ഇതെന്ന് ഓൾറെഡി ബിഗ് ബോസ് ടീം ഇത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ സീസണിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇതിനെതിരെ ഇവർ നല്ലൊരു നടപടി എടുക്കും. മിക്കവാറും വേദലക്ഷ്മിയെ പറഞ്ഞു വിടാനുള്ള ചാൻസ് എല്ലാം കാണുന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വട്ടം വീട്ടിൽ പോകാൻ പെട്ടിയും പ്രമാണമൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് മസ്താനിക്കാണ് ഏറ്റവും കുറവ് വോട്ട് കിട്ടിയേക്കുന്നത്. ഇപ്പം മസ്താനിയുണ്ട്, അതുപോലെ സാബുമാനുണ്ട്. സാബുമാനൊക്കെ പോകുന്നതാണ് നല്ലത്. എന്തുവാടേ ആ ചെറുക്കൻ എന്താണ് ചെയ്യുന്നത് അവിടെ? ചുമ്മാ ഇത്രയും വലിയൊരു ഷോയിലൊരു ചാൻസ് കിട്ടിയിട്ട് അവിടെ ചെന്ന് കയറി കിടന്നിട്ട് ചുമ്മാ ബോഡി ഷോയും തിന്നും കുടിച്ച് ഉറങ്ങിക്കൊണ്ട് കിടക്കുകയാണ്. ഇതിലും വേദന രേണുസുതിയായിരുന്നു നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുമില്ലെങ്കിലും പുള്ളിക്കാരി ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ക്യാമറയുടെ മുമ്പിൽ ചെന്നിരുന്ന് കരഞ്ഞ് മെഴുകിയിട്ടെങ്കിലും എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്നുണ്ട് ഏഷ്യനെറ്റുകാർക്ക്. ഈ സാബുവിനെ ഒന്നും കൊടുക്കുന്നില്ല. അപ്പം മസ്താനിയാണ് ഈ വട്ടം വീട്ടിൽ പോകുന്നത്. ഇന്ന് എവിക്റ്റ് ആവുന്ന മസ്താനിയാണ്. അത് കഴിഞ്ഞിട്ട് സാബുമോനായിരിക്കും പോകുന്നത്. കാരണം സാബുമോനാണ് ഏറ്റവും കുറവ് വോട്ട് കിട്ടിയിട്ടുള്ളത്. കാരണം ഈ വേദലക്ഷ്മിയും മസ്താനിയും തമ്മിൽ വലിയ വോട്ടിൻ്റെ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ വേദലക്ഷ്മി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുകൊണ്ടാണ് മസ്താനി ഉണ്ടല്ലോ, മസ്താനി ഒനിയൻ സാബുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ, അത് അങ്ങനെ ആയതുകൊണ്ടാണ് ഈ വേദലക്ഷ്മിക്ക് വോട്ട് കൂടിയതും മസ്താനിക്ക് വോട്ട് കുറഞ്ഞതും. അല്ലാതെ ഇവർ തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അതുപോലെ ഈ സാബുമാനും മസ്താനിയും ആയിട്ട് വലിയ ഡിഫറൻസ് ഒന്നുമില്ല.
ഏകദേശം അങ്ങ് 1-2 വോട്ടിൻ്റെ ഒക്കെ വ്യത്യാസമൊക്കെ ഉള്ളൂ. എന്തായാലും അടുത്തത് ഈ മസ്താനി കഴിഞ്ഞിട്ട് പോകുന്നത് സാബുമാനാണ്. പോർട്ടഡേ വേസ്റ്റ് കണ്ടസ്റ്റൻസ് അവിടെ ചുമ്മാ അവിടെ ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയോ? അവിടെ ഇരുന്നിട്ടാണ് ബിഗ് ബോസ് കാണുന്നത്. നമ്മൾ ടി വി കൂടെ കാണുന്നു, അല്ലെങ്കിൽ ലൈവ് കാണുന്നു, മൊബൈലിൽ കൂടെ കാണുന്നു. ഇത് അവിടെ ഇരുന്ന് ബിഗ് ബോസ് കാണുന്ന കുറച്ച് ടീം ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ടീമിനെല്ലാം പറഞ്ഞ് വീട്ടിൽ വിടുക, അതാണ് വേണ്ടുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ ലാലേട്ടൻ വരുമ്പോൾ മസ്റ്റായിട്ട് ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിലയുടെ ഒരു കാര്യം നമ്മൾ കണ്ടതാണ്. അനീഷാണ് വെസൽ ടീമിലെ ക്യാപ്റ്റൻ. അപ്പോൾ ഒരു ക്യാപ്റ്റൻ ചെന്നിട്ട് പറയുവാണ് പാത്രം കഴുകി വെച്ചിട്ട് കിടക്കാൻ പറയുമ്പോഴത്തേക്ക് ഇവർ പറയുവാണ് പറ്റത്തില്ല, എനിക്ക് പറ്റത്തില്ല, എനിക്ക് സൗകര്യമില്ല, അതുപോലെ ബിഗ് ബോസ് പറഞ്ഞാലേ ഞാൻ കേൾക്കൂ എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാവുന്നത് നമ്മൾ കണ്ടതാണ്. ഈഗോ എന്ന് പറഞ്ഞൊരു സാധനം നീ എന്തോ ആയിക്കോട്ടെ. ഇപ്പൊ ബിഗ് ബോസിന് ഈ വെളിയിൽ അതൊരു ഷോ ആണ്, അതൊരു ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോ ആണ്. അപ്പൊ ഇവർ പുറത്ത് എന്തോ ആയിക്കോട്ടെ, ഇവർ എന്തോ സംഭവം ആയിക്കോട്ടെ, എന്ത് സംഭവമാണെങ്കിലും അതൊക്കെ പുറത്ത്, ബിഗ് ബോസിന് അകത്ത് ഇതൊന്നും നടക്കത്തില്ല. അവിടെ ക്യാപ്റ്റൻ പറയുവാണെങ്കിൽ അത് ക്യാപ്റ്റൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ആ ഒരു ക്യാപ്റ്റൻ ഒരു സ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു ഇതിൽ വേണം നമ്മൾ എടുക്കാൻ. ക്യാപ്റ്റൻ പറയുവാണെങ്കിൽ അത് അനുസരിക്കും, അതാണ് വേണ്ടുന്നത്. അവിടെ പാത്രം കഴുകി വെച്ചിട്ട് കിടക്കാൻ പറയുവാണെങ്കിൽ അത് ചെയ്യൂ, അല്ലെങ്കിൽ അതിന് എതിരായിട്ട് എനിക്ക് മനസ്സില്ല ബിഗ് ബോസ് പറഞ്ഞാലേ ഞാൻ ചെയ്യൂ, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത്, അല്ലാതെ വേറെ ആരെങ്കിലും ജോലിയാണോ ചെയ്യുന്നത്? ആ ഒരു ഈഗോയും കൊണ്ടിരുന്ന ആ ഒരു രീതി എനിക്ക് സത്യം പറഞ്ഞാട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല. ലാലേട്ടൻ വരുന്ന സമയത്ത് ഇത് ചോദിക്കുക തന്നെ വേണം. അതുപോലെ ആ ഒരു സംസാരം കഴിഞ്ഞിട്ട് അനീഷ് ചെന്ന് കിടക്കാൻ നേരം അനീഷിനെ ചെന്ന് പ്രൊവോക്ക് ചെയ്യുന്നതും ശല്യപ്പെടുത്തുന്നതും ചെന്ന് കൈ കൊട്ടുന്നതും സൗണ്ട് ഉണ്ടാക്കുന്നതും കാലിനകത്ത് മറ്റേ ഇത് പേസ്റ്റ് വാരി തേക്കുന്നതും പുതപ്പ് വലിച്ച് കളയുന്നതും എന്തോ ഒരു മോശമായിട്ടുള്ള രീതിയിലാണ് ഇന്നലെ ആദിലയുടെ ഒരു ഇത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈഗോ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്തോ ആയിക്കോട്ടെ, ഇതൊരു ബിഗ് ബോസ് ഷോ ആണ്, ഒരു ഗെയിമാണ്. ഇതിന് ഈഗോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്ത് കളയുക, അത് ഇവിടെ അല്ല തീർക്കേണ്ടത്. അവരവരായിട്ടുള്ള കാര്യങ്ങൾ പക്കയായിട്ട് ചെയ്യുക, ചെയ്തിട്ട് അവിടെ പോയിരിക്കുക, അതാണ് വേണ്ടുന്നത്. അവിടെ അനീഷ് വന്നിട്ട് ഒന്നും പറഞ്ഞില്ല, മാന്യമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതില നിങ്ങളെ ജോലി നിങ്ങൾ ചെയ്തിട്ട് കിടക്കൂ, ചെയ്തിട്ട് കിടക്കൂ എന്ന് മാന്യമായിട്ടാണ് ഈ അനീഷ് പറഞ്ഞത്. അത് പുള്ളിയുടെ ഉത്തരവാദിത്തമാണ്. പുള്ളി ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് പുള്ളിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പുള്ളി അവിടെ ഇവർ ചെയ്യാത്തോണ്ട്, ഓരോ ആൾക്കാരും ചെയ്യാത്തോണ്ട് അതൊരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് അവിടെ പോയി പറയേണ്ട വരും, ചെയ്യാത്ത ആൾക്കാരടുത്ത് പറയേണ്ടി വരും. അതിന് എന്തൊരു ഷോ ഓഫ് ആയിരുന്നു നമ്മൾ കണ്ടത് അതില്, ഇല്ലേ? എന്തുവരുന്ന ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ കേക്കൂ, എൻ്റെ വാപ്പ പറഞ്ഞാൽ പോലും ഞാൻ കേൾക്കത്തില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. അപ്പോൾ ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചെയ്യും.